കുമാരേട്ടാ കുറച്ച് വെള്ളം കുടിച്ച് തുടങ്ങാലേ നീ? ആ എന്നാത്തേ വെള്ളം കുടിച്ചിട്ട് തന്നെ ആവാം. ഭയങ്കര ചൂട്. മതി കുമാരേട്ടാ, വെള്ളം തന്നാൽ. ഈ കൈക്കോട്ടിന്റെ താഴെക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. ആ ശരിയാ ശരിയാ. കുമാരേട്ടാ ഇന്നത്തെ പണിയാണ് നിർത്തിയാൽ നമുക്ക്. ഇന്ന് വെയിൽ കുറച്ച് ചൂട് കൂടുതലുണ്ടോ? നമുക്ക് രാവിലെ തുടങ്ങാനാണ്. ആ ശരിയാ ശരിയാ. എന്നാ അങ്ങോട്ട് ചെല്ല. എന്തൊരു മൂത്ത മോളെ കല്യാണം കിട്ടടുത്തു. സ്വർണത്തിന്റെ കാര്യം കുറിച്ച് ആരെങ്കിലും എത്തും പിടിയും കിട്ടണില്ല. എന്നാ ശരി, രാവിലെ കാണാം. എന്നും കൂടി അങ്ങോട്ട് കുടിക്കാം. വാക്കറിനൊക്കെ എത്തിയിട്ടുണ്ടോ ആവോ? പോയൊക്കെ വെറുതെ കുടിച്ച് നശിക്കുന്നത്. ആരവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്താണ് കുടിച്ചു നോക്കണത്? എന്തിനാ കുമാര അങ്ങനെ കുടിച്ച് നശിക്കണേ? ഞാൻ അധ്വാനിക്കണ പൈസ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അത്ര കുടിക്കും. അതിന് തനിക്കെന്താണ്? ഇറങ്ങി വാടി കഴിവരുടെ മോളെ. ഇറങ്ങി വരാ. എന്റെ മോള് സുന്ദരിട്ടല്ലോടി. എന്താടി നിനക്കൊരു ചമ്മല്? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ കേറിപ്പോയി മനുഷ്യ. എന്റെ സുന്ദരി പെണ്ണിനെ വിളിക്കടി. അച്ഛനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അജരെ നിങ്ങളൊന്ന് വാതിലാണ് നോക്കി. നമ്മൾ അനോക്കത്തുണ്ടാകുമ്പോഴേ ഈ കള്ളുണ്ടാകാൻ നടക്കൂല. ഇതെന്റെ വീടാ. ഞാനെനിക്ക് അത് ചോദിക്കാൻ നീയൊക്കെ മാറി നിൽക്കടോ. ആരുടെ
അതിനെന്താ ശരി ഈ ചേച്ചിനെ പറഞ്ഞാൽ മതി. ഈ ചേച്ചി അവിടെ എവിടെയും പണിയെടുത്ത് ഇവിടെ കുടുംബം പോയിട്ടുള്ളതല്ലേ ഇയാൾ കണ്ണുമുട്ടി എന്റെ വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കും. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോ. മോളെ എന്താ ചെയ്യാം, രാവിലെ പണിക്ക് പോകുമ്പോഴൊന്നും ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ. അല്ല അച്ഛാ, പണ്ടത്തെ വില മോനെ അറിഞ്ഞിക്കണോ? പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ തരുന്ന കോലം ഇതല്ലേ. ഇങ്ങോട്ട് മാറി നിക്കടി പോലെ. എന്താടാ മാറി നിക്കട അവിടെ. പോവാന് ഷോപ്പൊക്കെയാകാരം കുറെ കള്ളുടേറന്മാരുണ്ടല്ലോ അവന്റെ കൂട്ടില്. ഒരു പണി തരല്ലാതെ നടക്കണേ. ശരിയാ, കുറെ ജഗടത്തിന്റെ കമ്മികളുണ്ട്. ദൈവമേ, എന്താ പ്രശ്നം? എന്താ അയ്യോ സാധിച്ചല്ലോ ദേവേ, അയ്യോ സാധിച്ചല്ലോ ദേവേ. ആ കാലമാടൻ പണ്ടോ പണം ഒക്കെ കൊണ്ടുവല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? സാധിച്ചല്ലോ ആചാര്യ, ഈ കള്ളുടിയോട് കിട്ടുന്ന പ്രശ്നങ്ങളെ ഞാൻ കുട്ടികളെ കാലം നീക്കിട്ടാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. മോളെ കടുകയെന്ന് കാണിച്ചു. നിങ്ങൾ പേടിക്കണ്ട, ഞാനും എന്റെ മക്കളും അവിവേകൊന്നും കാണിക്കില്ല. ഈ ചേച്ചിന്റെ കാര്യം ആലോചിച്ചാണ് കഷ്ടം. ഇതിനെ കൊണ്ട് കൂട്ടിയാ കൂടുതൽ ആചാര്യ, ഞാൻ പോവുകയാണ്. ഇനിയിപ്പോ എന്താ എന്തേലും ബഡ്ജറ്റാക്കാൻ അത് എഴുതിട്ടോ. സ്റ്റെപ്പൊക്കെ ഇവിടെ ഇറങ്ങിയാണ്. ആ സ്വർണ്ണം പണ്ടൊക്കെ എവിടെ മനുഷ്യ? അത് ഞാൻ വിറ്റടി. അവളെ കെട്ടായി പാക്കരം പരിപാടി. ഞാൻ കഴിക്കില്ല, ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു. എന്റെ കുട്ടികൾ നിങ്ങളെ അമ്മ പോവാണ്. ഇനി ഇവിടെ മാത്രമേ എന്നാലും മോളെ ഈ കടുക ഈ ചെയ്തല്ലോ. ജീവിതത്തിന്റെ അർത്ഥവും ജീവിക്കാനുള്ള അർത്ഥവും നഷ്ടപ്പെട്ട ഈ പെൺകുട്ടികളുടെ നിസ്സഹായാവസ്ഥ സെൽഫിയിലൂടെ ആസ്വദിച്ച് പുതിയ തലമുറ നിഷ്ക്രിയരായി നോക്കി നിൽക്കുമ്പോൾ ജീവിതത്തെ ഒരു സെൽഫിയിൽ ഒതുക്കാതെ പുതിയ കാലത്തിന്റെ ചൂടും ചുവപ്പും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രതികരിക്കാൻ നമുക്ക് കൈകോർക്കാം.